إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله നാമൊക്കെ നിർവഹിക്കുന്ന പ്രാർത്ഥനകളിൽ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സാന്നിധ്യത്തോടെ പ്രാർത്ഥിക്കുക എന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണും, ഉദുഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന ദൃഢബോധ്യത്തോടെയാവണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. അശ്രദ്ധമായ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം ചെയ്യുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. നമ്മൾ ഒട്ടേറെ പ്രാർത്ഥനകൾ നിർവഹിക്കുന്നവരാണ്. പ്രത്യേകിച്ചും ഫർളും സുന്നത്തുമായ നമസ്കാരങ്ങളിൽ വളരെ മഹത്തരമായ പ്രാധാന്യതയുള്ള ഒട്ടേറെ പ്രാർത്ഥനകൾ നാം നിർവഹിക്കാറുണ്ട്. അതിലൊരു പ്രാർത്ഥനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഖൈറ് ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. അതാണ് നമസ്കാരങ്ങളിൽ നിർവഹിക്കുന്ന സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇത് നാം നിർവഹിക്കുന്ന നമസ്കാരങ്ങളിൽ നിർബന്ധമായും ഉള്ള പ്രാർത്ഥനയാണ്. ഇത് നിർവഹിക്കാതെ നമസ്കാരമില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയെ മനസ്സാന്നിധ്യത്തോടു കൂടി പ്രാർത്ഥിക്കാൻ, ഈ പ്രാർത്ഥനയുടെ അർത്ഥവും പൊരുളും മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും കുടുംബത്തിനും നീ അനുഗ്രഹം ചൊരിഞ്ഞ പോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും അനുഗ്രഹം ചൊരിയണേ, ബറക്കത്ത് ചൊരിയണേ എന്നതാണ് ഈ പ്രാർത്ഥനയുടെ ആശയം. എന്താണ് ബറക്കത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം ബറക്കത്തിനെ നിർവചിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് സുബൂത്തുൽ ഖൈരിൽ ഇലാഹി വ സിയാദത്തുഹു എന്നാണ്. ഒരാളിൽ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ വർധനവോടെ സ്ഥിരപ്പെടുക, അത് ലഭിച്ചുകൊണ്ടിരിക്കുക, അതാണ് ബറക്കത്ത് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ബറക്കത്ത് ചൊരിയപ്പെട്ട
അള്ളാഹു നൽകിയ മഹാനായ പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. നമ്മൾ എന്നും സ്മരിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ പ്രാർത്ഥനകളിലും മറ്റും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാമം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹു സദാസമയവും അവന്റെ അനുഗ്രഹങ്ങൾ ബറക്കത്ത് ചൊരിയപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് എന്നാണ് ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്. അതിന് കാരണമായി അള്ളാഹു അദ്ദേഹത്തിലുള്ള ചില സിഫത്തുകൾ വിശുദ്ധ ഖുർആനിലൂടെ നമ്മുടെ മുമ്പിൽ എടുത്തു കാണിച്ചിട്ടുണ്ട്. വ ഇബ്രാഹിമല്ലദീ വഫ, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ മുഴുവനും പൂർത്തീകരിച്ച ഇബ്രാഹിം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നജ്മിലൂടെ പറഞ്ഞു. വഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തന്റെ റബ്ബ് ചില പദങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു. ആ പരീക്ഷണങ്ങളിൽ അദ്ദേഹം വിജയിച്ചു. അപ്പോൾ അള്ളാഹു പ്രഖ്യാപിച്ചു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, മനുഷ്യർക്ക് ഇമാമായി ഞാൻ നിന്നെ ഇതാ നിശ്ചയിച്ചിരിക്കുന്നു എന്ന്. ഈ ആയത്തുകളടക്ക വിശദീകരണത്തിൽ കാണും, അന്ന ഇബ്രാഹിം അലൈഹിസ്സലാം അതമ്മമ ഉമിറ ബിഹി വവഫ ലില്ലാഹി ബിജമീഇൽ അഹ്ദി വത്ത്വാഅ. അള്ളാഹു തന്നോട് എന്താണ് കൽപ്പിച്ചത് അതൊക്കെ അദ്ദേഹം ശിരസ വഹിച്ചു. അതോടൊപ്പം അള്ളാഹുവിനോടുള്ള കരാറുകളും പ്രതിജ്ഞകളും അദ്ദേഹം പൂർണ്ണമായും നിർവഹിക്കുകയും ചെയ്തു. അവിടെ കലിമാത്ത് എന്ന് പറഞ്ഞാൽ അവാമിറുഹു വ നവാഹിഹി. അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചത് ചില കാര്യങ്ങൾ കൽപ്പിച്ചുകൊണ്ടാണ്, ചില കാര്യങ്ങൾ വിരോധിച്ചുകൊണ്ടാണ്. ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്തും അകന്നു നിൽക്കണമെന്ന് പറഞ്ഞത് അതിൽ നിന്ന് ജീവിതത്തെ അകറ്റിയും ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിച്ചു എന്നതാണ് അള്ളാഹു അദ്ദേഹത്തിന് മേൽ അനുഗ്രഹങ്ങൾ ചൊരിയാൻ, ബറക്കത്ത് ചൊരിയാൻ കാരണമായത് എന്നാണ്. അതിൽ ഏറ്റവും പ്രധാനം ഏത് സന്ദർഭത്തിലും അള്ളാഹു മതിയായവനായി മാറി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെയും പ്രത്യേകമായ അവസ്ഥയായി മാറണം. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹസ്ബുനല്ലാഹു വ നിഅ്മൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ അവൻ എത്രയോ നല്ലവൻ. ഈ വാക്ക് ഖാലഹ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ. തന്റെ ശത്രുജനങ്ങൾ തന്നെ പിടിച്ച് അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ട നേരം ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണത്, ഹസ്ബുനല്ലാഹ് വ നിഅ്മൽ വക്കീൽ. വഖാലഹ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഖാലു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. ഇതാ ജനങ്ങളൊക്കെ, ഈ നാട്ടിലുള്ള മനുഷ്യരൊക്കെ നിങ്ങൾക്കെതിരിൽ സംഘടിച്ചിട്ടുണ്ട്, ഇനി നിങ്ങളുടെ നാശമാണ്, അവരെ ഭയപ്പെട്ടുകൊള്ളുക എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞ സന്ദർഭം അദ്ദേഹത്തോടൊപ്പം കൂടിയ അനുചരന്മാരായ സ്വഹാബികൾ അത് കേട്ടപ്പോ റസൂലുള്ളാഹിക്കും സ്വഹാബത്തിനും ഫസാദഹും ഈമാന. ജനങ്ങളൊക്കെ ഞങ്ങൾക്കെതിരിൽ തിരിഞ്ഞിട്ടുണ്ടോ? അവരൊന്നും ചിന്തിച്ചില്ല. ഫസാദഹും ഈമാന, അവർക്ക് അള്ളാഹുവിനുള്ള ഈമാൻ വർദ്ധിച്ചു. വഖാലു ഹസ്ബുനല്ലാഹു വ നിഅ്മൽ വക്കീൽ. അപ്പൊ അവരും പറഞ്ഞു, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ അതേ വാക്ക്, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്കല്ല മതി, വ നിഅ്മൽ വക്കീൽ, അവൻ ഭരമേൽപ്പിക്കാൻ എത്ര നല്ലവൻ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും ഹസ്ബിയല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞോ അവിടെയാണ് നമ്മുടെ വിജയം. ആ റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നാൽ അവിടെയാണ് നമ്മുടെ പരാജയം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചർച്ചയാകാണ് 13ാമത്തെ നമ്പർ വാഹനം ആർക്കും വേണ്ട, അതെടുത്താൽ എന്തൊക്കെയോ അപകടങ്ങൾ വരും. എടുത്ത ആളിലേക്ക് തുറിച്ചു നോക്കുകയാണ് ആളുകൾ.
ഇതുവരെ ആരും എടുക്കാത്ത നമ്പർ അദ്ദേഹം എടുത്തു. ഇനി അദ്ദേഹത്തിന് നാശമായി. നോക്കൂ നിങ്ങൾ, ഈ 13 എന്നത് നമ്മളൊക്കെ എണ്ണിപ്പടിച്ചതല്ലേ 13? എന്തെങ്കിലും പറ്റിയോ ഇത്ര കാലം ജീവിച്ചിട്ട്? 1, 2, 3 അങ്ങനെ 12 എത്തി. പിന്നെ 13 വായ കൊണ്ട് പറഞ്ഞു പഠിച്ചു, പേന കൊണ്ട് എഴുതി പഠിച്ചു, അതിന്റെ മനപ്പാഠം അധ്യാപകർക്ക് ചൊല്ലിക്കൊടുത്തു. ഇതുവരെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? സംഭവിക്കൂല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമ്പറുകളെ ഭയപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൃഷ്ടിയെ ഭയപ്പെടുന്ന അവസ്ഥ ഉണ്ടാകൂല. എന്താ കാരണം? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അത് അവന്റെ പ്രഖ്യാപനമാണ്. അല്ലാഹുവേ, നീ തന്നത് തടുക്കാൻ, നീ തടുത്തത് നൽകാൻ, നീ വിധിച്ച വിധിയെ തട്ടിമാറ്റാൻ നിന്റെ അടുക്കൽ ഏതൊക്കെ കഴിവുള്ളവരുണ്ടോ അവരുടെ കഴിവ് കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറയുന്ന ഒരു വിശ്വാസിക്ക് ആരെ ഭയപ്പെടാൻ? ഇതാണ് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന അംന്, പൂർണ്ണമായ നിർഭയത്വം എന്നത്. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചൊരിഞ്ഞിട്ടുണ്ട്. ആ ബറക്കത്ത് മുഹമ്മദ് നബിക്കും കുടുംബത്തിനും അല്ലാഹുവേ നീ ചൊരിയണേ എന്ന് നമ്മോട് പ്രാർത്ഥിക്കാൻ പറയുകയും ആ പ്രാർത്ഥിക്കുന്ന നമ്മളും ആ ബറക്കത്തിന് വിധേയമാകണം എന്ന് അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കരുത്തുറ്റ ഈമാൻ, ആ ഈമാനിലൂന്നിയ പ്രവർത്തനമാണ് ഇബ്രാഹിം നബിയെ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അല്ലാഹു ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കൂട്ടുകാരനാക്കി തെരഞ്ഞെടുത്തു എന്ന വിശേഷണത്തിലേക്ക് എത്തിച്ചത്. ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തി മുസ്തഖീം, അല്ലാഹ് പ്രത്യേകം തെരഞ്ഞെടുത്തു, അവന്റെ നേരായ മാർഗത്തിലേക്ക് നയിച്ചു. വആതൈനാഹു ഫിദ്ദുനിയ ഹസന വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, ദുനിയാവിൽ അല്ലാഹു അദ്ദേഹത്തിന് നല്ലതൊക്കെ നൽകി, നാളെ പരലോകത്ത് അദ്ദേഹം സൽവൃത്തരിൽ ആണ് എന്ന് അല്ലാഹു പറഞ്ഞു തന്നു. ഇത് ജാ റബ്ബഹു ബി കൽബിൻ സലീം, കറകളഞ്ഞ ഹൃദയത്തോടെ, വിശുദ്ധമായ ശുദ്ധമാർന്ന ഹൃദയത്തോടെ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ അദ്ദേഹം എത്തുമെന്നും നമുക്ക് പറഞ്ഞു തന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കൊടുത്ത ഹസനത്ത് എന്താണ് ഈ ദുനിയാവിൽ? പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമ്മൾ കാണുന്നത്, ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ നമ്മൾ കാണുന്നത് ഒരൊറ്റപ്പെട്ട ആർക്കും വേണ്ടാത്തവരായിട്ടാണ്. കുടുംബത്തിന് വേണ്ടാത്ത, പിതാവിന് വേണ്ടാത്ത, നാട്ടുകാർക്ക് വേണ്ടാത്ത, നാട്ടുകാർ ആട്ടിപ്പുറത്താക്കിയ, അങ്ങനെ ഹിജ്റ പോയ ഒറ്റപ്പെട്ട ഒരു കുടുംബം. എന്നാൽ അള്ളാഹു അദ്ദേഹത്തിന്റെ കൂടെയാണ് നിലകൊണ്ടത് എന്നതാണ് അദ്ദേഹത്തിന് നൽകിയ നന്മകൾ. റിസ്ഖൻ വാസിഅൻ, വിശാലമായ ഉപജീവനം ലഭിച്ചു. സൗജത്തൻ ഹസന, അള്ളാഹുവിനെ അനുസരിക്കുന്ന, അതോടൊപ്പം ഭയപ്പെടുന്ന, ഭർത്താവിനെ അനുസരിക്കുന്ന, അള്ളാഹിന്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭാര്യയെ ലഭിച്ചു. വദുരിയത്തൻ സ്വാലിഹീൻ, നല്ല സജ്ജനങ്ങളിൽപ്പെട്ട മക്കളെ ലഭിച്ചു. അഖ്ലാഖൻ മർളിയ, അള്ളാഹ് തൃപ്തിപ്പെടുന്ന സ്വഭാവങ്ങളിൽ അദ്ദേഹം ഉണ്ടായി. അതുമാത്രമല്ല വജഅല്ലി ലിസാന സുദ്ഖിൻ ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ എന്നെക്കുറിച്ച് സൽകീർത്തി റബ്ബേ നീ ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിച്ചെങ്കിൽ എന്നും ആളുകൾക്കിടയിൽ സ്മരിക്കപ്പെടുന്ന ഒരു മഹാ വ്യക്തിത്വമായി ഇബ്രാഹിം അലൈഹിസ്സലാം മാറി എന്നതാണ് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത ഹസനാത്തുകൾ. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും കൊടുക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് നബിക്കും അത് ലഭിച്ചിട്ടുണ്ട്. വറഫഅനാ ലക ദിക്റക, താങ്കളെക്കുറിച്ചുള്ള ആ ദിക്റുണ്ടല്ലോ അത് നാം ഉയർത്തി. ഇന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയപ്പെടാത്ത ഒരു സൂര്യൻ ഉദിക്കുന്നില്ല, ഒന്ന് പറയപ്പെടാത്ത ഒരു സൂര്യൻ അസ്തമിക്കുന്നില്ല എന്നിടത്തേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉയർന്നിട്ടുണ്ട്. ഈ ഉയർച്ച നമ്മളാൽ അള്ളാഹുവിലേക്ക് ആ ഉയർച്ച ലഭിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള പരിശ്രമം നമ്മിലുണ്ടാകണം. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള വലിയൊരു മാതൃകയുണ്ട്. ആ മാതൃക മക്കളിൽ നന്മ വരാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അങ്ങനെ മക്കളിലൊക്കെ ആ നന്മ ലഭിച്ചു എന്നതാണ്. ഏതൊക്കെ പ്രാർത്ഥന? വജ്നുബുനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹാരാധനയെ തൊട്ട് നീ അകറ്റണേ എന്ന പ്രാർത്ഥന. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, കുഞ്ഞു ജനിക്കുന്നതിന് മുമ്പ് തന്നെ സ്വാലിഹായ സന്താനത്തെ കൊണ്ടോ എന്ന് റബ്ബിനോടുള്ള പ്രാർത്ഥന. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയത്തി, റബ്ബേ എന്നെയും എൻ്റെ സന്താനങ്ങളെയും നമസ്കാരം നിലനിർത്തുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ എന്ന പ്രാർത്ഥന. മാത്രവുമല്ല മരണസമയത്ത് യാ ബനിയ
ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ മക്കളെ വിളിച്ച്, മക്കളെ, അള്ളാഹു ഈ ദീനിനെ നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തതാണ്, അതുകൊണ്ട് മരിക്കുന്ന നേരം മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കല്ലേ എന്ന് മരണസമയത്ത് പോലും ഉപദേശിച്ച പിതാവിന്റെ മാതൃക. ഇന്ന് മക്കളിൽ ഇത്ര നന്മകൾ ലഭിക്കാൻ, മക്കൾ ഇങ്ങനെയൊക്കെ ആകണം എന്ന് ആഗ്രഹിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന എത്ര രക്ഷിതാക്കൾ മുസ്ലിം ഉമ്മത്തിലുണ്ട്. നമ്മളെങ്കിലും അങ്ങനെയാകണം. മക്കൾക്ക് വേണ്ടി കേവലം നൈമിഷികമായ സുഖങ്ങൾ ലഭിക്കാൻ, ഭൗതിക വിഭവങ്ങൾ ലഭിക്കാൻ, നല്ല ജോലിയും വരുമാനവും ലഭിക്കാൻ ഒരുപക്ഷെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, പ്രാർത്ഥിക്കണം. പക്ഷേ മക്കൾക്ക് ആത്യന്തികമായ വിജയം വരിക്കാൻ കാരണമായ തൗഹീദ് ലഭിക്കാൻ, ഇസ്ലാം ലഭിക്കാൻ, ഇഖ്ലാസ് ലഭിക്കാൻ, അവരിൽ നമസ്കാരം നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട്. ഇതില്ലാത്തത് കൊണ്ട് തന്നെ മക്കളിന്ന് ന്യൂജൻ എന്ന നിലക്ക് ലിബറൽ സമൂഹത്തിന്റെ കൂടെ എന്ത് ദീന്, എന്ത് അല്ലാ, എന്ത് ഖുർആൻ എന്ന നിലക്കുള്ള ചിന്തയുമായി മക്കൾ പോവുകയാണ്. ഇതിൽ നിന്ന് മാറാൻ ഇബ്രാഹിം അലൈഹിസ്സലാമിൽ മാതൃകയുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ദീനിൽ അധിഷ്ഠിതമായ നല്ല ഒരു കുടുംബ ഭദ്രത ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ആ കുടുംബ ഭദ്രത പാടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ആധുനികതയുടെ പളപളപ്പിലാണ് കുടുംബ സംവിധാനമുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബ സംവിധാനം തകർന്നു. ആത്മീയത എന്ന ചിന്ത ഏത് സമയത്തും നമ്മിലുണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ അതുണ്ട്. പക്ഷെ ആത്മീയത കുടുംബത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടു. ബന്ധവിച്ഛേദനം എന്നത് കുടുംബത്തിന്റെ ശാപമായി മാറി. അങ്ങനെ ജീവിതത്തിലുടനീളം ബറക്കത്ത് നഷ്ടപ്പെട്ടു. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. റബ്ബന വജഅൽന മുസ്ലിമൈനി ലക വമിൻ ദുർരിയതിന ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിന മനാസികന വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. നോക്കൂ നിങ്ങൾ, ആ പ്രാർത്ഥനയിൽ ആദ്യം തനിക്കും എൻ്റെ ഭാര്യയ്ക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. ഞങ്ങളെ ഇരുവരെയും ആദ്യം നിനക്ക് കീഴ്പ്പെടുന്ന, നിനക്ക് വേണ്ടി ജീവനം സമർപ്പിക്കുന്ന ഉത്തമരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞങ്ങളുടെ സന്താനങ്ങളിലും. അപ്പോ തനിക്ക് ലഭിച്ച ആദർശം മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന ആ മാതൃക, അതൊക്കെ ഉണ്ടെങ്കിലേ കുടുംബം ആത്മീയമായി ഇസ്ലാമിക ചൈതന്യത്തോടെ നിലനിൽക്കൂ എന്ന് നാം ശ്രദ്ധിക്കണം. അതാണ് നമ്മോടും അള്ളാഹു പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇത് നമ്മുടെ പ്രാർത്ഥനയാണ്. ഞങ്ങളിലും ഞങ്ങളുടെ ഇണകളിലും ഭാര്യമാരിലും മക്കളിലുമൊക്കെ കൺകുളിർമ എന്ന് പറഞ്ഞാൽ അവർ നന്മയിലും ദീനിലുമായി ജീവിക്കുന്നത് കണ്ട് ഇഷ്ടപ്പെടുന്ന, അതിൽ സന്തോഷിക്കുന്ന, അവരുടെ ആത്മീയത ജീവിതം കണ്ട് സന്തോഷിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് കൊണ്ടോ. എല്ലാ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് അവരുടെ മുന്നിൽ നിൽക്കാനുള്ള കെൽപ്പും തൗഫീക്കും ഞങ്ങൾക്ക് കൊണ്ടോ എന്നതാണ് പ്രാർത്ഥന. ഇന്നത്തെ ജീവിതത്തിൽ ഇതിനൊക്കെ ഏറ്റവും പ്രസക്തമായ, അതിന് പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ടാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അനുസ്മരിച്ചുകൊണ്ട് ഇത്തരം ചര്യകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ഈമാൻ വർദ്ധിപ്പിച്ച് ജീവിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ഏറ്റവും പുണ്യമാക്കപ്പെട്ട, ദുനിയാവിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയിലൂടെ പഠിപ്പിച്ച ദിവസങ്ങളാണ് നമ്മിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി റബ്ബിലേക്ക് അടുക്കാൻ ഈ നാളുകളിൽ നമ്മൾ ശ്രദ്ധിക്കണം. ദിക്റുകളിൽ മുഴുകാം, പ്രാർത്ഥനകളിൽ മുഴുകണം, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കണം. 1 മുതൽ 9 വരെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇടവിട്ട ദിവസങ്ങളിൽ, അല്ലെങ്കിൽ തിങ്കളും വേഴവും ചെയ്യാം. അങ്ങനെ അതൊന്നും കഴിയില്ലെങ്കിൽ അറഫ എന്ന പേരിൽ അറിയപ്പെട്ട അറഫയിൽ ഒരുമിച്ച് കൂടിയവർക്ക് മാത്രമേ അന്ന് നോമ്പില്ലാത്തതുള്ളൂ. ബാക്കി എല്ലാവർക്കും അന്ന് നോമ്പാണ്. ആ നോമ്പിനെ കുറിച്ച് റസൂലുള്ള വിശേഷിപ്പിച്ചത് യുകഫിറു സനത്തൽ മാളിയ വൽ ബാക്കിയ എന്നാണ്. നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയ ഒരു വർഷം, നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു വർഷം, ഈ 2 വർഷത്തെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടാൻ ഒരൊറ്റ ദിവസത്തെ, അത് ഒരു ദിവസം മുഴുവനായിട്ടില്ല, പകൽ മാത്രം,
ഒരു 12-13 മണിക്കൂർ അള്ളാഹുവിനു വേണ്ടി ആത്മാർത്ഥമായി വ്രതമനുഷ്ഠിച്ചാൽ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ചെറുദോഷങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷത്തെ ചെറുദോഷങ്ങളും പൊറുക്കപ്പെടുമെന്ന വിശേഷിപ്പിച്ച അറഫ നോമ്പ് ആരും നഷ്ടപ്പെടുത്തരുത് എന്ന് ഓർമ്മപ്പെടുത്താണ്. ബലികർമ്മങ്ങളിൽ മുഴുകണം. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നബിസര്യകൾ പാലിക്കാനുണ്ട്. ബലിമൃഗത്തെ വളർത്തുക എന്നത് സുന്നത്താണ്. പലപ്പോഴും നമുക്കതിന് കഴിയാത്ത സാഹചര്യമാണുള്ളത്. ആ ബലിമൃഗത്തെ കാണൽ സുന്നത്താണ്. സ്വന്തമായി അറുക്കാൻ കഴിയുമെങ്കിൽ അറുക്കൽ സുന്നത്താണ്. ആ മാംസം തിന്നൽ സുന്നത്താണ്. അതുപോലെ പാവങ്ങൾക്കത് കൊടുക്കൽ സുന്നത്താണ്. ആ മാംസം സൂക്ഷിച്ചു വെച്ച് അതിൽ നിന്നെടുത്ത് കഴിക്കൽ, ഇതൊക്കെ ഇബാദത്തായി പഠിപ്പിക്കപ്പെട്ട ഒരു ഉമ്മത്താണ് നമ്മൾ എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ബലിപെരുന്നാളിന് മുമ്പ് ഇത്തരം ചര്യകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിബാഉഹാ വലാകി യനാലുഹു തഖ്വാ മിൻകും. ആ ബലിമൃഗത്തിന്റെ മാംസമോ രക്തമോ അല്ല അള്ളാഹുലേക്ക് എത്തിച്ചേരുക. നിങ്ങൾ കാണിക്കുന്ന ആ സൂക്ഷ്മതാ ബോധം തഖ്വയാണ് ഞാൻ നോക്കുക എന്ന് അള്ളാഹു പറഞ്ഞെങ്കിൽ അതുണ്ടാക്കിയെടുക്കാൻ ഭക്തി നഷ്ടപ്പെടാത്ത നിലക്ക് ഇബാദത്തുകളിൽ മുഴുകാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തിയും അവന്റെ പൊരുത്തവും അവന്റെ സാമീപ്യവും ജീവിതത്തിന്റെ അവസാനം വരെ കാത്തു സൂക്ഷിച്ച് അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار اللهم أعتقنا من النار اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. ربنا تقبل منا وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.